ക്ഷേമ പെൻഷൻ തട്ടിച്ച സർക്കാർ ജീവനക്കാർക്ക് ചിട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസമായി അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. നേരത്തെ സർക്കാർ തന്നെ പുറത്തുവിട്ടപ്പോഴാണ് ഈ വിവരം കേരളത്തിലെ മാപ്രകൾ പോലും അറിയുന്നത്. കാര്യം സർക്കാരിനെതിരായിട്ടുള്ള വാർത്തകൾ ചമയ്ക്കാനാണല്ലോ പലപ്പോഴും പാഞ്ഞു നടക്കുന്നത്. അതിനിടയ്ക്കാണ് ക്ഷേമ പെൻഷൻ തട്ടിച്ച സർക്കാർ ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള വിവരങ്ങൾ ധനവകുപ്പ് ഓഡിറ്റ് ചെയ്ത് പുറത്തുവിട്ടത്. അങ്ങനെയാണ് ആ 1428 പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന കള്ളന്മാരെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. പുറത്തു വന്നുടനെ നടപടിയെടുക്കൂ എന്ന് മാപ്രകൾ വലിയ നീതിമാന്മാരെ പോലെ ഉറഞ്ഞു തുള്ളിയിരുന്നു. എടുത്തില്ല. അതിനും അതിൻ്റേതായ നടപടിക്രമം ഉണ്ടായിരുന്നു. ആ നടപടിക്രമം എടുത്തതിന് ശേഷം ഏകദേശം ഒരു മാസം പിന്നിടുമ്പോൾ കൃത്യമായിട്ട് കൂച്ചുവിലങ്ങിട്ട് പൂട്ടാൻ പോവുകയാണ്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ കർശന നടപടിക്ക് ആരോഗ്യവകുപ്പ് എന്ന വാർത്ത വരുന്നു. അനധികൃതമായി പെൻഷൻ കെപിറ്റി ജീവനക്കാരിൽ നിന്ന് 18% പലിശയോടെ പണം തിരിച്ചുപിടിക്കാനാണ് നിർദ്ദേശം. കൂടുതൽ പേർ പെൻഷൻ തട്ടിപ്പ് നടത്തിയത് ആരോഗ്യവകുപ്പിലാണ്. നഴ്സിംഗ് അസിസ്റ്റന്റ്, ക്ലാർക്ക് മുതൽ പാർട്ട് ടൈം സ്വീപ്പർ വരെയുള്ള 373 പേർ തട്ടിപ്പ് നടത്തിയതായിട്ടാണ് കണ്ടെത്തൽ. അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, ഇപ്പോൾ ഈ തട്ടിപ്പിന്റെ വാർത്ത പുറത്തു വരുന്നു. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ പല വകുപ്പുകളും നടപടിയെടുത്തു തുടങ്ങി. ഇന്നലെ നമ്മൾ പുറത്തുവിട്ട വാർത്ത മൃഗസംരക്ഷണ വകുപ്പിലെ തട്ടിപ്പിന്റെ വാർത്തയായിരുന്നു.